എല്ലാവരെയും കാണുന്നു, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. 2572 ഓർത്തിരിക്കൂ, 2572. ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാരഗ്രാഫാണ്. ഇതിൽ വളരെ പ്രിയപ്പെട്ട, വളരെ ആഴമായ ഒരു പ്രബോധനം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും അവരവൻ്റെ പുസ്തകത്തിൽ ഉത്സവമുള്ളവർ പുസ്തകം നോക്കി തന്നെ പഠിക്കണം. എന്നിട്ട് അതിൽ പെൻസിൽ കൊണ്ടോ നേരിയ ചുവന്ന പേന കൊണ്ടൊക്കെ അതിനകത്ത് വരച്ച് മുന്നോട്ട് പോകണം. വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിരുന്നിട്ടും, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വാഗ്ദാനവും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുമാണ്. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹം പുറപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ് വളരെ ശക്തമായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അബ്രാഹം പോയതും അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന ഇറങ്ങി നടക്കുക എന്നുള്ളതാണ്. അങ്ങനെ അബ്രാഹത്തിൻ്റെ അതിനുശേഷം ബലിപീഠമുണ്ടാക്കി കൊണ്ടുപോകുന്നതും, പിന്നീട് അബ്രാഹം ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുക്കുന്നതും എല്ലാം നമ്മൾ മനസ്സിലാക്കി. പൂർവ്വപിതാവ് ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും അവിടെ നിന്നുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തതിനാൽ അദ്ദേഹം ഒരു നിഗൂഢ അതിഥിയെ തൻ്റെ കൂടാരത്തിൽ സ്വാഗതം ചെയ്യാൻ, അതായത് ത്രിത്വൈക ദൈവത്തെ തന്നെ തൻ്റെ കൂടാരത്തിൽ സ്വാഗതം ചെയ്യാനായിട്ട് സാധിച്ച കാര്യമെല്ലാം നമ്മൾ മനസ്സിലാക്കി. ദൈവം തൻ്റെ പദ്ധതി വെളിപ്പാക്കി കഴിഞ്ഞപ്പോൾ അബ്രാഹം സൊദോം ഗൊമോറ നശിപ്പിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം കരഞ്ഞ് പറഞ്ഞു, കുറേ പേര് അവിടെ നശിച്ചു പോകാൻ ഇടവരുത്തരുതേ. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭം. മധ്യസ്ഥ പ്രാർത്ഥന എന്താണെന്ന് അവിടെ നിന്ന് നമ്മൾ ഇന്നോടെയും മനസ്സിലാക്കുന്നു. 2572 വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിരുന്നിട്ടും അബ്രാഹത്തിന് ദൈവം നൽകിയ മകനെ അവൻ്റെ വിശ്വാസത്തിൻ്റെ അന്തിമ ശുദ്ധീകരണം എന്ന നിലയിൽ ബലിയർപ്പിക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. വാഗ്ദാനങ്ങൾ സ്വീകരിച്ചിരുന്നിട്ടും അബ്രാഹത്തിന് ദൈവം നൽകിയ മകനെ അവൻ്റെ വിശ്വാസത്തിൻ്റെ അന്തിമ ശുദ്ധീകരണം എന്ന നിലയിൽ ബലിയർപ്പിക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. അതാണ് പ്രാർത്ഥനയുടെ മറ്റൊരു രഹസ്യം. വിശ്വാസത്തെ പരീക്ഷിക്കുക. ഇത് കർത്താവിൻ്റെ സ്ഥിരം പരിപാടിയാണ്. വിശ്വാസത്തെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കുക. വിശ്വാസത്തെ പരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായാലല്ലേ 11ാം ക്ലാസ്സിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ പറയും, 10ാം ക്ലാസ് പാസ്സായില്ല, 10ാം ക്ലാസ് കോഴ്സ് കംപ്ലീറ്റ്, ഇത്രേ നിൽക്കുള്ളൂ. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയാലേ പാസ്സാവുള്ളൂ. 11ാം ക്ലാസ്സിലേക്ക് പോയി. 11ാം ക്ലാസ് പരീക്ഷിക്കപ്പെട്ടാലേ 12ൽ പോവുള്ളൂ. അപ്പോൾ പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വേദനിക്കുന്ന അവസ്ഥയാണെന്ന് വിചാരിക്കരുത്. മറിച്ച് നമ്മളെ കൺഫേം ചെയ്യാൻ, നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ പരീക്ഷ കഴിഞ്ഞപ്പോൾ അബ്രാഹത്തിനോട് പറഞ്ഞു, ഏബ്രാം, കുഞ്ഞിൻ്റെ മേൽ തൊട്ടുപോകരുത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. നീ നിന്റെ ഏകജാതനെ പോലും എനിക്ക് തരാൻ മടിക്കായകയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്നെ പാസാക്കിയിരിക്കുന്നു. നിന്നിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. അത് ഹിന്ദിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. मैं शपथ खाता हूं तुम्हारे संतान द्वारा समस्त संसार पर अनुग्रह बरसाता रहूंगा. നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കും. ബർസാത്താ രഹൂങ്ക. കണ്ടിന്യൂസ് ഫ്യൂച്ചർ ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടിന്യൂസ് ഫ്യൂച്ചർ ടെൻസ്. അനുഗ്രഹ ബർസാത്താ രഹൂങ്ക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും എല്ലാം കർത്താവ് തന്നെ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. ഈ സ്വർണ്ണപ്പണിക്കാരൻ ആ സ്വർണം ആലയിലിട്ടിട്ടേ
അയാൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുകയാണ്. അത് കറക്റ്റ് സമയത്ത് പുറത്തെടുക്കും. ഒരൽപ്പം വൈകിയാൽ സ്വർണം കത്തിപ്പോകും. എന്ന പോലെ കർത്താവ് അബ്രാഹത്തിനെ പരീക്ഷിക്കുന്ന സമയത്ത് അബ്രാഹം കൊച്ചിനെ അവിടെ കെട്ടിയ ബലിയർപ്പിക്കാൻ അവിടെ കടത്തുന്ന നേരത്ത് കർത്താവ് വളരെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ കൊച്ചിനെ അവൻ കൊല്ലാനായിട്ട് അവിടെ കടത്തുന്ന നേരത്ത് ആ കൊച്ചിൻ്റെ ഒരു മരണക്കരച്ചിലുണ്ട്. അപ്പോഴെങ്കിലും അവൻ്റെ മനസ്സ് മാറുമോ എന്നാണ് നോക്കുന്നത്. മാറുന്നില്ല. അബ്രാഹം കത്തിയെടുത്ത് അവൻ്റെ കഴുത്തിന് വയ്ക്കുമ്പോഴേക്കും ഒരു മാലാഖ കൈ വലിച്ചു. കത്തിയോടെ പോയി. കത്തിയോളല്ലോ. ഏബ്രഹാം, കർത്താവേ ഞാൻ തയ്യാറാണ്. വേണ്ട മോനെ, കുഞ്ഞിൻ്റെ മേൽ തൊട്ടുപോകരുത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതാണ് കർത്താവ് വൈകില്ല എന്ന ഒരു രഹസ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഭയാനകമായ പ്രശ്നങ്ങളുണ്ട്. ചില കാര്യങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കുന്നില്ല. അപ്പോഴും മനസ്സിലാക്കണം, കർത്താവ് കൃത്യസമയത്ത് അവിടെ ഇടപെട്ടു. കണ്ടോ, ഇവിടെ കർത്താവ് വൈകിയോ? ഒരു നിമിഷം വൈകിയെങ്കിൽ കുഞ്ഞിനെ കഴുത്തറുത്തു പോകുമായിരുന്നു. അറുത്താലും പ്രശ്നമില്ല. കർത്താവ് എന്താണ്? ആരാണ് ഈ കർത്താവ്? ഈ കർത്താവ് ഈ മരണമോ, കർത്താവിനെ സംബന്ധിച്ച് ഒരാൾ മരിക്കണതൊന്നും ഒരു പ്രശ്നമല്ല. കർത്താവിനെ എവിടെയാണത്? കർത്താവിനെ സംബന്ധിച്ച് എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം എവിടെയാണ്? കർത്താവിനെ സംബന്ധിച്ച് എല്ലാവരും ജീവിക്കുന്നവരാണ്. ലൂക്ക 20:38. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ശ്രദ്ധിക്കണം അടുത്ത വാക്ക്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെയാണ്. എല്ലാവരും. ഇനി മരിച്ചാൽ തന്നെയും അവിടത്തേക്ക് അവരും ജീവിക്കുന്നവർ തന്നെയാണ്. അബ്രാഹാം എന്ത് വിശ്വസിച്ചു? അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആ രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. അബ്രാഹാം എന്ത് വിശ്വസിച്ചു? അബ്രാഹത്തിന് ദൈവം നൽകിയ മകനെ അവൻ്റെ വിശ്വാസത്തിൻ്റെ അന്തിമ ശുദ്ധീകരണം എന്ന നിലയിൽ ബലിയർപ്പിക്കാൻ അവിടെ നിന്ന് ആവശ്യപ്പെടുന്നു. അബ്രാഹത്തിൻ്റെ വിശ്വാസം ദുർബലമാകുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ദുർബലമാകുന്നില്ല. 14 ജനസിസ്. എബ്രായർ 11:19. എബ്രായർ 11:19 പറയുന്നത്, ദഹനബലിക്കുള്ള ആട്ടിൻകുട്ടിയെ ദൈവം തന്നെ നൽകും. എന്തെന്നാൽ മൃതരിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. 14 എബ്രായർ 11:19. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, നമ്മളിവിടെ സബ്ജക്റ്റ് പ്രാർത്ഥനയാണ്. ഇനി വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും ഈ ഭാഗങ്ങൾ വരും. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് കഴിഞ്ഞ കാര്യമാണ്. എത്ര കേട്ടാലും മതിയാവാത്ത ഒരു കാര്യമാണ്. ഞാൻ 30 വർഷമായിട്ട് പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ അബ്രാഹാം എന്നുള്ള വിളി. ഒരിക്കലും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഡിവൈനിൽ വലിയ ഒരു ധ്യാനം നടത്തും. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ വിചാരിച്ച് ഈ തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം കൂടുമ്പോൾ എല്ലാവരും പറഞ്ഞു ഓരോ ക്ലാസ്സും ഭയങ്കര അനുഭവമായിരുന്നു. പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായില്ല. അത് കേട്ടപ്പോൾ എനിക്കൊക്കെ ഭയങ്കര പ്രയാസമായി. ആ കൊച്ചു പറയാണ്, ഇത്രയും വലിയ ധ്യാനം എനിക്കൊരനുഭവം ഉണ്ടായില്ല. എല്ലാവർക്കും ഭയങ്കര അനുഭവം. ഭയങ്കര സസ്പെൻസായി. എന്നിട്ട് പറയാണ്, എൻ്റെ ബ്രദറെ, അവസാനത്തെ ആ ദിവസം ഏബ്രഹാം എന്നുള്ള വിളി കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടി. ഈ 5 ദിവസവും കെട്ടിക്കിടന്ന അനുഗ്രഹം മുഴുവനും ഒഴുകി. ഞാൻ വിട്ട് കരഞ്ഞു.
എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ കരച്ചിലായിരുന്നു, വലിയ അനുഭവം. കണ്ടോ, അതാണ് ഏബ്രഹാം. കർത്താവ് അബ്രാഹത്തെ വിളിച്ച വിളിയെ, ആ വിളിയിലൂടെ ലോകം മുഴുവനിലേക്കും അനുഗ്രഹം അണപൊട്ടി ഒഴുകുന്ന ഇടുക്കി ഡാം തുറന്നു വിട്ട പോലെയുള്ള ഒരു ഒഴുക്കായിരുന്നു. നിന്റെ തുമാരെ സന്താൻ ദ്വാര സമസ്ത സംസാർ पर मैं അനുഗ്രഹ बरसाता रहूंगा. ഹല്ലേലൂയ. ഇതാണ്, അവിടെയാണ് സെൻട്രൽ പോയിന്റ്. ഈ രക്ഷാകര പദ്ധതിയുടെ വാഗ്ദാനങ്ങളുടെയും ആ വാഗ്ദാനങ്ങളുടെ അചഞ്ചലതയെ അരക്കിട്ടുറപ്പിച്ച ശബദത്താൽ എബ്രായർ 6:17-18 ഭയങ്കരമാണ്. അതിൽ മുറുക്കെ പിടിക്കണം നമ്മൾ. ആ ശബദം നമ്മളെ സംബന്ധിച്ച് വാലിഡാണോ? ആ ശബദം അനുസരിച്ചുള്ള അവകാശം നമുക്ക് അവകാശമാണോ? അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആർക്കൊക്കെ? ഈ ലോകത്തിലുള്ള സകല ജനത്തിനും അത് അവകാശമാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇറാഖിൽ ചെന്നിട്ട് ആ ഊറിൽ വെച്ചുണ്ടായ ആ സമ്മേളനത്തിൽ ഈ 3 മതസ്ഥരും, ക്രിസ്ത്യാനികളും മുസ്ലിമുകളും യഹൂദരും, ഇവർ 3 പേരുടെയും പിതാവ് അബ്രാഹമായിട്ട് അവർ കരുതുന്നു. അതാണ് സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നത്. നമ്മൾ സഭയുടെ പ്രബോധനത്തിൽ നിൽക്കണം. സഭയുടെ പ്രബോധനം പഠിപ്പിക്കുന്നതാണ്. ഈ 3 കൂട്ടരുടെയും അബ്രാഹത്തെ പിതാവായിട്ട് അവർ കാണുന്നു. അപ്പോൾ അബ്രാഹത്തിൻ്റെ വിശ്വാസം, അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന, അബ്രാഹത്തിൻ്റെ ജീവിതം, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് ഒരു മാർക്കാണത്. ഒരു എന്താ പറയുക, ഒരു ഒരകല്ല് പോലെയാണ്. ഉരച്ച് നോക്കേണ്ടത്, ഒരു മാറ്റുരച്ച് നോക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിനെല്ലാം അവകാശികളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഇതിനെല്ലാം അവകാശികളാണ്. അപ്പോൾ ഇവിടെയാണ് എന്തായിരുന്നു ആ വിശ്വാസത്തിൻ്റെ രഹസ്യമെന്നുള്ളതാണ് പറയണത്. ഈ കുഞ്ഞിനെ ഞാൻ കൊന്നാലും എൻ്റെ ദൈവത്തിന് അവനെ ഉയർപ്പിച്ചെനിക്ക് തരാൻ കഴിവുണ്ട്. അതുകൊണ്ടാണ് അബ്രാഹാം മുകളിലേക്ക് കുഞ്ഞുമായിട്ട് പോകുമ്പോൾ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുവിൻ, ഞങ്ങൾ മുകളിൽ പോയി ബലിയർപ്പിച്ച് തിരിച്ചു വരാം. ഉണ്ടോ? We will go up and offer the sacrifice and we will come back. ഞങ്ങൾ ബലിയർപ്പിച്ച് തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ദഹന ബലിയർപ്പിക്കാൻ മകനെ കൊണ്ട് പോയപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളിവിടെ നിൽക്കൂ, കഴുതയുമായിട്ട് നിങ്ങളിവിടെ നിൽക്കൂ, ഞങ്ങൾ ബലിയർപ്പിച്ച് തിരിച്ചു വരും. സ്നേഹമുള്ളവരെ, നമ്മൾ വിശ്വാസത്തിൽ ഉയരണം. നമ്മളെ മാനുഷികമായ ബോധ്യങ്ങളൊന്നുമല്ല. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം അബ്രാഹത്തിലൂടെ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഉള്ള് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ മൃതരിൽ നിന്നും മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, അതാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, സ്വന്തം മകനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു. ഇപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ സമർപ്പണം, ഇപ്പം നമ്മൾ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യസ്തരും സന്യാസിനിമാർ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവർ മാത്രമാണെന്ന് നമ്മൾ വിചാരിക്കണത്. നമ്മൾ ഓരോരുത്തർക്കും ഒരു സമർപ്പണമുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി തന്നെയാണ്. ദൈവത്തിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം ഒരു അസ്വസ്ഥതയുള്ളതിൻ്റെ കാരണം നമ്മൾ പൂർണ്ണമായി 100% സമർപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മളെ പലതുകൊണ്ടും കെട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ.
നമ്മളെ പലതുകൊണ്ട് ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമ്മളങ്ങ് പൂർണ്ണമായി സമർപ്പണം. അപ്പം അബ്രാഹത്തിൻ്റെ സമർപ്പണം പൂർണ്ണമായത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിനെ സമർപ്പിക്കുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിന് കർത്താവിന് കൊടുക്കുക. നമുക്ക് ഏറ്റവും നല്ലത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കർത്താവിന് കൊടുക്കുക. അപ്പോഴാണ് സമർപ്പണം പൂർത്തിയാകുന്നത്, നമ്മുടെ സമർപ്പണം പൂർത്തിയാകുന്നത്. അങ്ങനെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം സ്വന്തം മകനെ പോലും കണ്ടു. അത് എത്ര നാൾ, 100 വർഷമായിട്ട് കുഞ്ഞില്ലാതെ ഇരുന്ന് വിഷമിച്ചിരുന്ന് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെയാണ് കർത്താവ് ബലിയർപ്പിക്കാൻ പറയണത്. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ അബ്രാഹാം അങ്ങ് അത് ചെയ്യുകയാണ്. എന്താ വിശ്വാസമില്ലേ? മകനെപ്പോലും ഒഴിവാക്കാതെ. ഇനി വരാൻ പോണത് കേട്ടോ. അങ്ങനെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം സ്വന്തം മകനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി, കണ്ടോ, ഇതാണ് പോയിന്റ്. ഇനി ശ്രദ്ധിക്കണം. സ്വന്തം മകനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന നിത്യപിതാവിന് സദൃശ്യനായിത്തീരുന്നു. നോക്ക്, സാദൃശ്യം എവിടെയാ? നിത്യപിതാവിന്, ദൈവപിതാവിന് സദൃശ്യനായിത്തീരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ പാരഗ്രാഫ് വളരെ ശ്രദ്ധേയമാണ്. 2572 എന്താണ് അതിൻ്റെ പ്രധാന പോയിന്റ്? അങ്ങനെ വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം സ്വന്തം മകനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന നിത്യപിതാവിന് സദൃശ്യനായിത്തീരുന്നു. നിത്യപിതാവിന് സദൃശ്യനായിത്തീരുന്നു. നിത്യപിതാവിന് സദൃശ്യനായിത്തീരുന്നു. Can you believe this? ദൈവപിതാവിന് സദൃശ്യനായിത്തീരുന്നു. 2572 ശ്രദ്ധിക്കണം. ദൈവപിതാവിന് സദൃശ്യനായിത്തീരുന്നു. ഇനി അടുത്തത് കൂടി നോക്കിക്കോളൂ. ഇനി അടുത്തത് ഭയങ്കര രസമാണ്. പ്രാർത്ഥന മനുഷ്യനെ. അപ്പം അതിൽ നിന്ന് therefore equal to പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള സാദൃശ്യത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും. കണ്ടോ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരൂ. നമ്മൾ വ്യക്തിപരമായി ആത്മാർത്ഥമായി പൂർണ്ണമായി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള സാദൃശ്യത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും. കണ്ടോ, പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള സാദൃശ്യത്തിൽ. ആ 30 അവസാനം പറയുകയാണ്, അങ്ങനെ ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. ഉണ്ടോ, അതാണ് പോയിന്റ്. അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. നമ്മളുടെ പ്രാർത്ഥനയുടെ പ്രധാന ഒരു കാര്യം ഇതാണ്. നമ്മളെ ദൈവം എന്തിന് സൃഷ്ടിച്ചു? ഇത് പല പ്രാവശ്യം പറഞ്ഞാലും നമുക്കിത് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണ്ടേ? അങ്ങനെ കാരണം അങ്ങ് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു. ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങിൽ വിശ്രമം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. ഇസ്ഹാക്കിനെ കർത്താവാണ് അബ്രാഹത്തിന് കൊടുത്തത്. അബ്രാഹത്തിൽ ജനിച്ചു അബ്രാഹവും സാറയിൽ ജനിച്ചു. എങ്കിലും ആര് കൊടുത്തപ്പോഴാണ് കിട്ടിയത്? ദൈവമാണ്. നമ്മുടെ മക്കളെല്ലാം ദൈവമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് ദൈവത്തിന് വേണ്ടിയാണ്. നമ്മളെ അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആ ചിന്ത തന്നെ നമുക്കില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്ത് നമ്മളേതായ പിടിച്ച് ലക്ഷ്യം വെച്ചല്ല നമ്മളേതാണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ഗമയിലാണ് നമ്മൾ നടക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, ഇതൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം. ഇങ്ങനെ നമ്മളെ ആര് സൃഷ്ടിച്ചു എന്നുള്ള കാര്യമേ മറന്നുപോയി. അത് മറന്നേ പോയി.
അതുകൊണ്ടാണ് എന്നും വിശ്വാസ പ്രമാണം ചെല്ലണേ, എന്നിട്ടും വിശ്വസിക്കുന്നില്ല. വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യം തന്നെ സ്വർഗസ്ഥനായ പിതാവും സൃഷ്ടാവും, എൻ്റെ സൃഷ്ടാവാണ് ദൈവം. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന മനുഷ്യനെ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് കാര്യമാണ് 2572 ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, അബ്രാഹാം പിതാവിന് സദൃശനായി, പിതാവായ ദൈവത്തിന് സദൃശനായി. രണ്ടാമത്, നമ്മളും അതുപോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള സാദൃശ്യത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് അസീസിനെ രണ്ടാം ക്രിസ്തു എന്നൊക്കെ പറയുന്നത്? എന്താ, ഫ്രാൻസിസ് ഈ സൃഷ്ടികളെ സ്നേഹിക്കുന്നു, ഫ്രാൻസിസ് ചെന്നായിനെ സ്നേഹിക്കുന്നു, ഫ്രാൻസിസ് കുട്രോയെ സ്നേഹിക്കുന്നു, ഫ്രാൻസിസ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. എന്താ അതിൻ്റെയൊക്കെ കാരണം? അതിൻ്റെ കാരണം ഫ്രാൻസിസ് പ്രാർത്ഥിച്ച വിധമാണ്. ഫ്രാൻസിസ് എങ്ങനെ പ്രാർത്ഥിച്ചു? ഫ്രാൻസിസ് അസീസിയുടെ ബയോഗ്രഫിയൊക്കെ നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് അതേമാതിരി ചെയ്യാൻ പരിശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ദൈവം തന്ന മാതിരി പരിശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് വായിച്ചിരിക്കണം, നല്ലതാണ്. അതിൽ പറയുന്നത്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാരോട് പറയും, താൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോണ സ്ഥലത്തേക്ക് ആരും വരരുത്, ഒറ്റയ്ക്കാണ് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിക്കണത്. അപ്പോൾ നമ്മൾ പറയില്ലേ, പേഴ്സണൽ പേരിന് പോലും മനുഷ്യന് സമയമില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഫ്രാൻസിസ് മണിക്കൂറുകളോളം ദൈവവുമായിട്ട് ലയിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈശോയുടെ പീഠാനുഭവത്തെ മുഴുവനും ധ്യാനിച്ചുകൊണ്ട് ആ പീഠാനുഭവത്തിൻ്റെ രക്തം, ആ പഞ്ചക്ഷതം ആദ്യം കിട്ടിയത് ഫ്രാൻസിസ് അസീസിക്കാണ്. ആരും അറിയാണ്ടാണ്. ഒരുപാട് പ്രാവശ്യം കിട്ടിക്കാണും. ചിലപ്പോൾ ആൾ പൊങ്ങിപ്പോകും, പലതുണ്ടായിട്ടുണ്ട്. അതൊന്നും ആരും അധികം എഴുതപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ഒരു ബ്രദർ അടുത്ത് വന്നിട്ട് വിളിച്ചു. അപ്പോഴാണ് ചോദിച്ചത്, എന്തിനാ നീ അടുത്ത് വന്ന്? പറഞ്ഞിട്ടില്ലേ കല്ലെറിയണം വരണയ്ക്ക് മുമ്പ്. അപ്പോൾ ഇത്ര ദൂരത്ത് വെച്ച്, ഒരു കല്ലേറ് ദൂരത്ത് നിന്ന് നിങ്ങൾ കല്ലെറിയണം, എന്നിട്ടേ അടുത്ത് വരാവൂ. അതായിരുന്നു ഫ്രാൻസിസ് സഹോദരങ്ങൾക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. ആരും അറിയരുത് താൻ പ്രാർത്ഥിക്കണത്. കാരണം അങ്ങനെ ഈശോയുമായിട്ട് അതുപോലെ ഒന്നാകുന്ന അവസ്ഥയായിരുന്നു. എന്തുകൊണ്ടാണ്? പാതിരി പിയോയ്ക്ക് 50 വർഷമാണ് പഞ്ചക്ഷത ഉണ്ടായത്. 50 വർഷം. പാതിരി പിയോ കുർബാന അർപ്പിക്കുമ്പോൾ 3 മണിക്കൂർ, 3.5-4 മണിക്കൂറൊക്കെ കുർബാന നീണ്ടുപോകുന്നു. പല ആളുകൾക്കും വളരെ പ്രയാസങ്ങൾ. പല വിമർശിക്കുന്ന ആളുകൾ പറയും, ഇത് ശരിയല്ല, 3 മണിക്കൂർ ഇദ്ദേഹം എന്താ അവിടെ ചെയ്യണേ? അപ്പോൾ പാതിരി പിയോ സ്നേഹത്തിൽ പറയും, കർത്താവ് ഈശോ മിശിഹ സമയം നോക്കിയിട്ടാണോ കുരിശിൽ കിടന്നത്? പാതിരി പിയോയുടെ കയ്യിൽ നിന്ന് രക്തം വാർന്നു വീഴുന്നു. എന്തോ ഒരു ഭയാനകമായ വേദനയായിരിക്കും ഈ പഞ്ചക്ഷത ഉണ്ടാകുന്നതെന്നറിയോ? അപ്പോൾ ചിലർ പിതാവിനെ വന്ന് മുത്തും, പിതാവെ എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റണു? പിതാവ് പറയാണ്, പാതിരി പിയോ പറയാറുന്നതാ, ഞാൻ നിൽക്കുകയല്ലായിരുന്നു, ഞാൻ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഞാൻ പറയാം, ഒരിക്കൽ അച്ഛന്മാരുടെ ധ്യാനത്തിന് ഈ ഒരു വൈദികൻ സാക്ഷാൽ ക്രിസ്തു തന്നെയാണ്, അതും പ്രത്യേകിച്ച് ബലി അർപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞാട് ബലി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിനെ ബലി അർപ്പിക്കുമ്പോൾ കൊന്നിട്ടാണ് അർപ്പിക്കുന്നത്. എന്നാൽ സജീവ ബലിയാണ് അർപ്പിക്കുന്നത്, ക്രിസ്തു തന്നെയാണത് എന്നുള്ളതെല്ലാം വിശദമായിട്ട് ഒരു ധ്യാനത്തിൽ പറഞ്ഞു. പിന്നെ ഞാൻ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ വിശദീകരണം എല്ലാം പറഞ്ഞതിന് ശേഷം വൈദികരുടെ ധ്യാനത്തിൽ, കുർബാന അർപ്പണത്തിൽ നമ്മുടെ ഒരു മലയാളി വൈദികനായിരുന്നു. അപ്പോൾ അന്ന് അത് ബോംബെയിലായിരുന്നു ധ്യാനം, എല്ലാ രീതിയിലുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നമുക്ക് സീറോ മലബാർ കുർബാന അർപ്പിക്കാം, എല്ലാവർക്കും മറ്റ് സീറോ മലബാർ അല്ലാത്തവർക്കും ഒരു അനുഭവമാകട്ടെ എന്ന് ഉദ്ദേശിച്ചു.
അങ്ങനെ സീറോ മലബാർ കുർബാന അർപ്പിച്ചു. ആ കുർബാന ആരംഭിച്ചപ്പോൾ മുതൽ ഈ ബഹുമാനപ്പെട്ട വൈദികൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്നു. പ്രാർത്ഥിക്കുന്നതൊന്നും മുഴുവനും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ചില അച്ഛന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇത്ര ഔട്ട് ഓഫ് കൺട്രോൾ ആവണമെന്നൊക്കെ ആയിരിക്കും അവർ വിമർശനപൂർവമോ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ബഹുമാനപ്പെട്ട അച്ഛൻ കുർബാന കഴിഞ്ഞതിന് ശേഷം ഒരു ക്ഷമാപണം നടത്തി. അവസാനത്തെ ആശീർവാദമെല്ലാം കഴിഞ്ഞ് വസ്ത്രമെല്ലാം മാറിയിട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു അധിക പ്രസംഗമാണെന്ന് വിചാരിക്കരുത്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്: 38 വർഷമായി ഞാനൊരു വൈദികനായിട്ട്, എന്നാൽ ഇന്നാണ് ശരിക്കും ക്രിസ്തു ബലി അർപ്പിച്ച് കുരിശിൽ കിടന്ന് കരഞ്ഞ് അർപ്പിച്ച പോലെ എനിക്ക് അർപ്പിക്കാൻ സാധിച്ചത്. ഞാൻ കുരിശിലായിരുന്നു. ആ വേദനകൾ എൻ്റെ ഹൃദയത്തിൽ തുടിച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തോ കരഞ്ഞു, എനിക്കറിയില്ല. എനിക്കങ്ങ് വികാരഭരിതനായിപ്പോയി. 38 വർഷമായി ഞാൻ വൈദികനായിട്ട് ഇന്നാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം കർത്താവ് തന്നത്. സ്നേഹമുള്ളവരെ, നമ്മൾ കുർബാനയ്ക്ക് അച്ഛന്മാരോട് പറയുന്നതേ വേഗം 25 മിനിറ്റ് കൊണ്ട് കുർബാന അർപ്പിക്കണം കേട്ടോ, അധികം പ്രസംഗമൊന്നും വേണ്ട, പ്രാർത്ഥനയൊക്കെ വെട്ടിക്കുറച്ച്. അതുകൊണ്ടാണ് നമ്മുടെ കുർബാന അർപ്പണത്തിലെല്ലാം എന്താ പറയാനോ, ക്ഷമിക്കണേ, ഇത് പറയുമ്പോൾ നമ്മൾ അൽമായരാണ് ഇതിനൊക്കെ കാരണക്കാരെന്ന് ഞാൻ പറയും. കാരണം നമ്മൾക്ക് സമയമില്ല, നമ്മളെല്ലാം സമയം നോക്കിയിട്ടാണ് കുർബാന. ഇത്ര മിനിറ്റ് കൊണ്ട് കുർബാന തീർക്കണം. എന്ത് പറയണേ, കർത്താവ് ബലിയർപ്പണമാണ്. നമ്മളതിനെയൊക്കെ സമയം വെച്ച് വെട്ടിക്കുറയ്ക്കുകയാണ്. എന്നോട് ക്ഷമിക്കണേ. അപ്പം നമ്മൾ ഇതിൻ്റെ ഈ പ്രാർത്ഥനയുടെ പൂർത്തീകരിലേക്ക് കടക്കുമ്പോൾ ഈ വചനം ശ്രദ്ധിക്കൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് അവിശ്വസനീയമാണ്. ഇത് നമുക്കിത് വിശ്വസിക്കാൻ തന്നെ പറ്റുമെന്ന് തോന്നണില്ലത്. പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള സാദൃശ്യത്തിൽ പുനർപ്രതിഷ്ഠിക്കുന്നു. ക്യാൻ യു ബിലീവ് ഇറ്റ്? അതെന്ത് തരത്തിലുള്ള പ്രാർത്ഥന? ബ്രദർ, അതൊന്ന് എഴുതി തന്നെ, ആ പ്രാർത്ഥന ഒന്ന് എഴുതി തന്നെ, അതെന്ത് തരത്തിലുള്ള പ്രാർത്ഥന? ഇതല്ലേ ആൾക്കാർ നമ്മളോട് ചോദിക്കുക. എന്നിട്ട് അതൊന്ന് എഴുതി വായിച്ചാൽ ഞാനും ദൈവം ഒന്നാകൂല്ലേ? നമ്മൾ പ്രാർത്ഥനയുടെ 1% പോലും ലെവലിൽ ആയിട്ടില്ലെന്നേ ഞാൻ പറയുള്ളൂ. എനിക്ക് തോന്നുന്നത് അതാണ്. നമ്മൾ പ്രാർത്ഥനയുടെ 1% പോലും ആയിട്ടില്ല. അത്രയ്ക്ക് വിസ്മരണീയമാണ് പ്രാർത്ഥന. പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള, അപ്പോൾ 2 കാര്യമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പിതാവായ അബ്രാഹാം സ്വന്തം മകനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന നിത്യപിതാവിന് സദൃശ്യനായി തീരുന്നു. അതാണ്. എന്നിട്ട് അതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ പ്രാർത്ഥന, നമ്മൾ അതുപോലെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആ പ്രാർത്ഥന എന്ന വലിയ രഹസ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ഉയരുമ്പോൾ പ്രാർത്ഥന മനുഷ്യനെ ദൈവവുമായുള്ള സാദൃശ്യത്തിൽ പുനഃപ്രതിഷ്ഠിക്കുകയും ജനത്തിന് രക്ഷ നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിൽ, ജനത്തിന് രക്ഷ നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ ശക്തിയിൽ പങ്കാളിയാകാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. 603. യേശു ശിക്ഷ അനുഭവിച്ചത് താൻ തന്നെ പാപം ചെയ്തിട്ടെന്ന പോലെ ആയിരുന്നില്ല. യേശു ശിക്ഷ അനുഭവിച്ചത്
താൻ തന്നെ പാപം ചെയ്തിട്ടെന്ന പോലെ ആയിരുന്നില്ല. പിന്നെയോ പിതാവിനോട് തന്നെ സദാ ബന്ധിപ്പിച്ചിരുന്ന വീണ്ടെടുക്കുന്ന സ്നേഹത്തിൽ നമ്മുടെ പാപമാകുന്ന അനിയന്ത്രിതത്വത്തിൻ്റെ അവസ്ഥയിൽ നമ്മെ പ്രതി എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ പരിത്യജിച്ചു എന്ന് പറയത്തക്ക വിധം അവിടുന്ന് നമ്മെ സ്വീകരിച്ചു. ഇപ്രകാരം പാപികളായ നമ്മോട് യേശുവിനെ താതാത്മ്യപ്പെടുത്തിയ ശേഷം ദൈവം തൻ്റെ പുത്രനെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവിടുത്തെ പുത്രൻ്റെ മരണം വഴി നാം അവിടത്തോട് രമ്യപ്പെടുന്നതിന് വേണ്ടിയായിരുന്നത്. അവിടുത്തെ പുത്രൻ്റെ മരണം വഴി നാം അവിടത്തോട് രമ്യപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം.